ഹലോ, പത്തരമാറ്റിൻ്റെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. അവിടെ വേണുവും രേവതിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താം എന്നതിനെ പറ്റിയാണ് അവരുടെ സംസാരം. രേവതി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും മോളെ ചൂട് പിടിപ്പിച്ച് വിടണം. ഇതൊരു നല്ലൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അനന്തപുരിയിലെ 2 മരുമക്കളും അവിടെയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, നമ്മൾ മാറി നിന്ന് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്തായിരിക്കും അടി കിട്ടുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ നീ അവിടെ ചെന്നിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ദേവയാനി ചേച്ചിയെ നീ എന്ത് ചെയ്യണം? പരമാവധി ചൂട് പിടിപ്പിക്കണം. ഇതിനു മുമ്പ് ആദർശിൻ്റെ കാര്യം പറഞ്ഞ് ദേവയാനി ചേച്ചിയാണ് ആ നയനയെ വിളിച്ചു കൊണ്ടുവന്നത്. ഇനി അതുപോലുള്ള ഒരു മണ്ടത്തരം അവർ കാണിക്കാൻ നീ സമ്മതിക്കരുത്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കൊള്ളാം. അന്നേരം വേണു പറയുന്നുണ്ട്, മോളെ ഇത് നല്ലൊരു ചാൻസാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ. അങ്ങനെ അവർ നിന്നെ നന്നായി ഇഷ്ടപ്പെട്ട് പല ആഘോഷങ്ങളിലും നിനക്ക് സമ്മാനമായി അവർ തരുന്നത് ഡയമണ്ടിൽ കുറഞ്ഞൊന്നും ആയിരിക്കില്ല, ശരിക്കും നല്ല ഡയമണ്ട് ആയിരിക്കും. ഓരോ സമ്മാനങ്ങളും നിൻ്റെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവിടെയുള്ളവർ വിഡ്ഢികളൊന്നുമല്ല അച്ഛാ, എടിപിടിന്ന് കാര്യങ്ങൾ നടത്തി എടുക്കാനൊന്നും പറ്റില്ല. അന്നേരം രേവതി പറയുന്നുണ്ട്, നീ അവിടെയുള്ള എല്ലാവരെയും സോപ്പിട്ട് കയ്യിലെടുത്താൽ പിന്നെ അനി പറയുന്നത് പോലും ആരും കേൾക്കുകയില്ല. പിന്നെ നീ പറയുന്നതായിരിക്കും എല്ലാവരും കേൾക്കുക. ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും സ്നേഹിക്കുന്നത് വീട് വിട്ടുപോയ ആ നയനയെയാണ്. ഞാനാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി എല്ലാ അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട്. ആ വീട്ടിലുള്ളവരെല്ലാം ആ നയനയെ വെറുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവളുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ വേണുവും പറയുന്നുണ്ട്, മോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കണം. ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ചേ മുന്നോട്ട് പോകാവൂ. നമുക്ക് ആ വീട്ടുകാർ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്ന ഒരാഗ്രഹവുമില്ല. കുടുംബത്തിൽ കലഹമുണ്ടായാൽ നമുക്കത് കണ്ട് നേട്ടമുണ്ടാകണം. അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ആ വീട്ടിലെല്ലാവരുടെയും ശ്രദ്ധ പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. മോൾക്ക് കോലം വരയ്ക്കാൻ അറിയാമെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, കോലമോ? ഓ, ആ മുറ്റത്ത് കോലം വരയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് മനുഷ്യ. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, എങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കോലം വരയ്ക്കാമായിരുന്നു. ഇത് കോലം വരയ്ക്കാനും അറിയില്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കാനും അറിയില്ല. ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് ആ നയന അവിടുത്തെ റാണിയായി മാറിയത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, റാണിയാക്കിയത് അതൊന്നുമല്ല, അവളുടെ ഡിസൈനിങ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അത് ബിസിനസ്സിലുണ്ടാക്കിയ ഓളം അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമായിട്ടുള്ളത്. സ്വന്തം മകൻ MD ആയ കമ്പനിയുടെ നേട്ടങ്ങൾ ഏതൊരു അമ്മയ്ക്കും അഭിമാനമല്ലേ. അതുകൊണ്ടാണ് വല്യമ്മ പോലും അവളുടെ മുൻപിൽ കുറച്ച് താഴ്ന്നു നിൽക്കുന്നത്. അന്നേരം വേണു പറയുന്നുണ്ട്, എല്ലാവരും അവസരം മുതലാക്കാനാണ് മോളെ ശ്രമിക്കുന്നത്. പെൺമക്കളെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് പലതും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആ ഗോവിന്ദനും ആ കനകയും. അത് അവർ മനോഹരമായി ആടി തീർക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളും ആർക്കും പിറകിലായി പോകരുത് മോളെ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, അമ്മായിയമ്മ വെറുക്കുന്ന മരുമകളാ നയന, എന്നാൽ അമ്മായിയമ്മ സ്നേഹിക്കുന്ന മരുമകളാ മോള്. ആ ഒരു മുൻതൂക്കം മോൾക്ക് എപ്പോഴും അവിടെയുണ്ട്. ഒരു വീട്ടിൽ ഭർത്താവിനേക്കാളും ഒരു പെണ്ണിന് സപ്പോർട്ട് വേണ്ടത് അമ്മായി അമ്മയുടേതാണ്. പിന്നെ വേണു പറയുന്നുണ്ട്, ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം മോൾ അങ്ങോട്ട് പോകാൻ. തകർത്തു വാരേണ്ട സമയത്ത് തകർത്തു വാരണം മോളെ. പിന്നെ അവളുമാരവിടെ ഇല്ലാത്തത് കൊണ്ട് മോൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ അവിടെ പറന്നെത്തും. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നാൽ പിന്നെ മോള് ചെല്ലി, അവിടെ എത്തിക്കഴിഞ്ഞാൽ വിളിക്കണം കേട്ടോ. ശരി എന്ന് പറഞ്ഞ് അനാമിക അനന്തപുരിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ഹാളിലെല്ലാവരും ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും അനിയും ഒക്കെ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയന പോയതിൽ ദേവയാനിക്ക് വിഷമമുണ്ട്. അതാ അവൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയത്. ഇനി ആരും നയന പോയതിൻ്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തണ്ട. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി പോയിട്ട് കുറേ നേരമായല്ലോ, ഇനി അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ വരേണ്ട സമയമായല്ലോ. പിന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇനി ദേവയാനിയെ കുറ്റപ്പെടുത്താനൊന്നും ആരും ശ്രമിക്കണ്ട.
അങ്ങനെ ചെയ്താൽ അവൾ ചിലപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയി കളയും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അങ്ങനെ പോകുകയൊന്നുമില്ല അമ്മേ, ആദർശിനെ കാണാതെ അവൾക്ക് നിൽക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അനിയും പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും വല്യമ്മയും ഏട്ടത്തിയും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞങ്ങൾക്ക് നിന്നോടും പറയാനുള്ളത്, നീയും അനാമികയും തമ്മിലുള്ള വഴക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അത് പറയുമ്പോഴേ എന്തിനാ അമ്മ ഇത് പറയുന്നത്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതും അത്യാവശ്യമാണ്. അപ്പോഴേക്കും ആദർശ് മേലെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നീ ഏട്ടത്തിയെ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അജയൻ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വിളിച്ചിരുന്നു, പക്ഷേ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കാർ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് ദേവയാനി ഇറങ്ങുന്നുണ്ട്. പിന്നാലെ നമ്മുടെ നയനയും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെ മുഖത്തും നല്ല അത്ഭുതവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വന്നതും ദേവയാനിയും നയനയും പഴയ നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവർക്കും മുമ്പിൽ പഴയ ശത്രുക്കളെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ നിന്നെ അയക്കാൻ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമായിരുന്നില്ലല്ലോ, പിന്നെ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു, അതുകൊണ്ടാണ് അയച്ചത്. ഇനി അവർ വരുമ്പോൾ അവരുടെ മുമ്പിൽ എപ്പോഴും നയനയോട് സ്നേഹത്തോടു കൂടി മാത്രമേ ഞാനിനി പെരുമാറുകയുള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനി അമ്മ അവരോട് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് വാക്ക് മാറരുത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനങ്ങനെ വാക്ക് മാറുന്ന ആളല്ല, ഈ ദേവയാനിക്ക് ഒരു വാക്കേ ഉള്ളൂ. പിന്നെ മുത്തശ്ശി നയനയോട് പറയുന്നുണ്ട്, മോള് പോയി റെസ്റ്റ് എടുക്ക്. പിന്നെ നയന റൂമിലേക്ക് പോകുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ നിന്നും ജാനകിയും ജലജയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഏട്ടത്തി രാവിലെ പോയതാണല്ലോ, ഇത്ര നേരമായിട്ടും വരാത്തത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ദേവയാനിയും നയനയും വന്ന വിവരമൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നയന മേലോട്ട് പോയി അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവർ നയനയെ കാണുന്നത്. കണ്ടതും ഷോക്കാവുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് വന്നത്? അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആളിൻ്റെ കൂടെ, എൻ്റെ അമ്മായിയമ്മയുടെ കൂടെയാണ് ഞാൻ വന്നത്. അമ്മ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചു കൊണ്ട് വരികയായിരുന്നു. അന്നേരം നിന്നെ വിടത്തില്ല എന്ന് നിൻ്റെ അച്ഛനും അമ്മയുമല്ലേ പറഞ്ഞത്? അപ്പോൾ നയന പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മായിയമ്മ, ഇനി മേലാൽ എന്നെ നന്നായി സ്നേഹിക്കുമെന്ന്. എന്നോടിപ്പോഴും വലിയ സ്നേഹമൊന്നുമില്ല, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അങ്ങനെ അഭിനയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട്, നാണമില്ലേ നിനക്ക് ഇങ്ങോട്ട് വരാൻ? എന്തിനാ നാണിക്കുന്നത്? ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടല്ലേ. അതുമാത്രമല്ല എൻ്റെ ഭർത്താവിന് എന്നെ ജീവനാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആദർശേട്ടൻ്റെ ഒപ്പമല്ലേ ജീവിക്കേണ്ടത്? ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ തന്നെ കാണും. എൻ്റെ ഭർത്താവിനായിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. ഏതായാലും ഇതൊക്കെ കേട്ട് ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നയന ഇനി ഇങ്ങോട്ട് വരില്ലെന്ന വിചാരത്തിലായിരുന്നല്ലോ അവർ. ഏതായാലും അതും പറഞ്ഞ് നയന റൂമിലേക്ക് പോകുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിയാണെങ്കിലും വല്ലാത്തൊരു ചതിയാണ് അവർ ചെയ്തത്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയുമാണ്. ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ വന്ന് വിളിച്ചപ്പോൾ പോലും നിന്നെ അപ്പോൾ വിട്ടില്ലല്ലോ. അല്ല, അമ്മ എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ തമ്മിൽ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? അപ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ സ്നേഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനും അമ്മയും എന്നെ വിട്ടത് എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്നെ നീ കോമാളിയാക്കുകയാണോ എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചിന് പറയുന്നുണ്ട്. ഏതായാലും കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ നയനയും കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദർശിന് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആരെയാണ് കോമാളിയാക്കുന്നത്? ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ആര് ചതിച്ചാലും ശരി, പക്ഷേ എൻ്റെ ഭാര്യ എന്നെ ചതിച്ചാൽ അതിന് സഹിക്കാൻ പറ്റില്ല. ഇതോടുകൂടി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.